എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനടയിലൂടെ പുറത്തേക്ക് വരികയാണ്. ആനയുടെ നെറ്റിപ്പട്ടമുള്ള സെക്കൻഡുകൾക്കകം അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ തെക്കേ ഗോപുര നട വലിച്ചു തുറന്ന് ഈ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റ് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വരും. വലിയ ആവേശം ആളുകളിലെല്ലാം പ്രകടമാണ്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ കാണുന്ന ഉയർന്നു നിൽക്കുന്ന മൊബൈൽ ഫോണുകൾ, അവരുടെ ആരവങ്ങൾ എല്ലാം നമുക്ക് കാണുന്നുണ്ട്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ് അവർ ഓരോരുത്തരും. ഈ പൊരിവെയിലും ഈ പറയുന്ന ചൂടിനെയും അവഗണിച്ചുകൊണ്ടാണ് അവർ കാത്തു നിൽക്കുന്നത്. ഇതാ തെക്കേ ഗോപുര നടയുടെ വാതിലുകൾ തുറക്കുന്നു. ഇതാ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പുമായി ഇതാ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന ഇതാ കാണുന്നു, ഇതാ ആനയുടെ മസ്തകം നമ്മൾ കാണുന്നുണ്ട്. ഇതാ ആനയുടെ വലിയ ആവേശം, ആളുകളിലെല്ലാം വലിയ ആവേശമാണ്. അവരെല്ലാവരും ഇതാ ഒറ്റ മനസ്സോടുകൂടി കാത്തു നിൽക്കുകയായിരുന്നു ഈ അസുലഭ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നു, ഇതാ എറണാകുളം ശിവകുമാർ, ഗജവീരൻ എറണാകുളം ശിവകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാർ ഇതാ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പുമായി തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഈ പറയുന്ന വെയിലിനും ഈ പറയുന്ന പൊരുവെയിലിനും അവഗണിച്ചുകൊണ്ട് നിന്ന ആൾക്കാരായിരുന്നു. അവരുടെ എല്ലാവിധ ആവേശവും കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഈ പറയുന്ന പുറത്തേക്ക് ഇറങ്ങി എറണാകുളം ശിവകുമാർ പുറത്തേക്ക് ഇറങ്ങി തെക്കേ ഗോപുരനട വഴി പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തിടമ്പുയർത്തുമ്പോൾ ഉയരുന്ന ആരവം നമ്മൾ കാണുന്നുണ്ട്. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയായിരുന്നു ഇവരെല്ലാവരും. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ഇവർ ഓരോരുത്തരും ഇനി മടങ്ങും, ഇനി പൂര ദിവസത്തേക്ക് മടങ്ങും. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകൾക്ക് മുന്നേ ഇവിടെ എത്തിയിരുന്നത് ഈ ഒരു അസുലഭ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു എന്ന അതിനാണിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഇതാ ആന ഇതാ തുമ്പിക്കൈ ഉയർത്തി ഇനി നിലപാട് തറയിലെത്തി 3 തവണ ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ട് പൂര വിളംബരമാവുകയായി. തുടർന്നുള്ള 36 മണിക്കൂർ തൃശ്ശൂർ പൂരം, തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയാക്കി മാറ്റുന്ന 36 മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്. ഇതാ ുമായി എറണാകുളം ശിവകുമാർ ഈ ഗജവീരൻ നിൽക്കുന്നു. പച്ച നിറത്തിലുള്ള കുട ഉയർത്തുന്നു. ആലവട്ടവും വെഞ്ചാമരവും വീശാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി നിൽക്കുന്നു. എന്തായാലും കാഴ്ചക്കാരനെത്തുന്ന മണിക്കൂറുകൾ കാത്തുനിന്ന കാഴ്ചക്കാരനെ സംബന്ധിച്ച് അവനെതൊരു നഷ്ടമല്ല. കാരണം അതിനെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് അടുത്ത പൂരം പറഞ്ഞ് പൂരത്തിന് അവയുടെ ആലോചന യോഗം നടന്ന് ഇങ്ങനെ നിൽക്കും അടുത്ത 36 മണിക്കൂർ ഓരോ പൂരപ്രേമിയും. അതിൻ്റെ വിളംബരം ചെയ്തിരിക്കുന്നു.